ഹലോ ഹായ് വെൽക്കം ടു ഇംഗ്ലീഷ് ദിശ. ഇന്ന് നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി 4 റൈറ്റേഴ്സിനെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നിങ്ങളത് കേൾക്കുമെന്നും ഒരു ടൈം വെച്ചിട്ട് റിവൈസ് ചെയ്യുമെന്നും ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് അടുത്ത റൈറ്റേഴ്സിലേക്ക് പോവാം. ഇന്ന് ഞാൻ 3 റൈറ്റേഴ്സിനെയാണ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഈ വീഡിയോയിൽ. സോ അതാരൊക്കെയാന്ന് നോക്കാം. കമല മാർക്കണ്ഡേയ, മനോഹർ മൽഹോത്ര ആൻഡ് കുഷ്വന്ത് സിംഗ്. ഈ 3 റൈറ്റേഴ്സും നിങ്ങൾക്ക് ഫെമിലർ ആണെന്ന് കരുതുന്നു. സോ നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് കമല മാർക്കണ്ഡേയ, 1924 to 2004, ആൻഡ് ഷീ വാസ് എ ബ്രിട്ടീഷ് ഇന്ത്യൻ നോവലിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ്. സോ ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ നോവലിസ്റ്റ് ആണ് നമ്മൾ കമല മാർക്കണ്ഡേയ. ഷി വാസ് ബോൺ ഇൻ ഷിമാകുത്തി ഇൻ ഇന്ത്യ. അവർ ജനിച്ചിട്ടുള്ളത് ഇന്ത്യയിലാണ്. പിന്നീട് ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റിനെ കല്യാണം കഴിക്കുകയും പിന്നീട് അവിടെ ജീവിക്കുകയും ചെയ്തിട്ടുള്ള റൈറ്ററാണ്. ഹർ റിയൽ നെയിം വാസ് കമല പൂർണിയ. സോ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, കാരണം റൈറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ കമല പൂർണിയ എന്നുള്ള റിയൽ നെയിം ഉള്ളത് കമല മാർക്കണ്ഡേയ്ക്ക് തന്നെയാണ്. ഹർ മാരീഡ് നെയിം വാസ് കമല ടൈലർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റിനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. സോ പിന്നീട് അവരുടെ മാരീഡ് നെയിം കമല ടൈലർ എന്നാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ നോവലിസ്റ്റ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പ്രോമിനൻറ്റ് റൈറ്റർ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ നെറ്റിന്റെ പെർസ്പെക്റ്റീവിൽ ഇവരെ കാര്യമായിട്ട് നോക്കുന്നത്. ഹർ വർക്ക്സ് കൺസേൺ ദ സ്ട്രഗിൾ ഓഫ് കണ്ടംപററി ഇന്ത്യൻ വിത്ത് കോൺഫ്ലിക്റ്റ് ഇൻ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വാല്യൂസ്. സോ ഞാൻ പറഞ്ഞു ഷീ ഈസ് എ ബ്രിട്ടീഷ് ഇന്ത്യൻ നോവലിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വർക്കിൽ മേജർ ആയിട്ട് വരുന്ന ഒരു തീം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ആൻഡ് ഈസ്റ്റേൺ കോൺഫ്ലിക്റ്റ്, അതായത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ കോൺഫ്ലിക്റ്റ്, അതായത് ഇന്ത്യൻ ആൻഡ് ഇംഗ്ലീഷ് ലൈഫിന്റെ കോൺഫ്ലിക്റ്റും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ വർക്കിൽ കാര്യമായിട്ട് ഉണ്ടാവാറ്. സോ കമല മാർക്കണ്ഡേയ എന്ന് പറയുന്ന സമയത്ത് അവരുടെ തീമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ കാര്യമാണ്, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കോൺഫ്ലിക്ട്സ്. ഷീ ഡിപിക്റ്റഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് വൈഡ്ലി ഇൻ ഹർ വർക്ക്സ് ആൻഡ് ഹർ ഇമ്പോർട്ടൻറ്റ് തീംസ്. അപ്പോൾ അവരുടെ ഇമ്പോർട്ടൻറ്റ് തീംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതാ ഈസ്റ്റ് വെസ്റ്റ് എൻകൗണ്ടർ ആൻഡ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് ബ്രിട്ടീഷ് ക്യാരക്ടേഴ്സ്. അപ്പം അവരുടെ ബാക്കി വർക്ക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അവരുടെ ക്യാരക്ടേഴ്സ് വരുന്നത് ഇന്ത്യൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഒക്കെ അവരുടെ വർക്കിൽ പറഞ്ഞു പോവാറുണ്ട്. ദ ഇമ്പാക്ട് ഓഫ് മോഡേൺ അർബൻ കൾച്ചർ ബ്രോഡ് ബൈ ബ്രിട്ടീഷ് ഓൺ ട്രഡീഷണൽ ഇന്ത്യ. അതായത് ഇവിടെ ബ്രിട്ടീഷുകാർ വന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ അവരുടെ മോഡേൺ അർബൻ കൾച്ചർ, അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് ഈ ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിൽ സംഭവിച്ചിട്ടുള്ളത് എന്നത് അവരുടെ വർക്കിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആൻഡ് വുമൺ ഇൻ ഡിഫറെന്റ് റോൾ. ഓക്കെ, വുമൺ അവരുടെ ഡിഫറെന്റ് റോൾസ്, ഇതും കൂടെ അവരുടെ വർക്കിൽ ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു മേജർ തീമാണ്. അപ്പൊ നമുക്ക് അവിടെ മറ്റ് മേജർ വർക്ക്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഇതിൽ ഞാനിവിടെ റെഡിൽ ഹൈലൈറ്റ് ചെയ്തതാണ്. ഇവിടെ കൊടുത്തതിലും കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ്, വിച്ച് മീൻസ് ബാക്കിയുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് എന്നല്ല, കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഇതാണ്. അതുകൊണ്ടാണ് റെഡിൽ കൊടുത്തിട്ടുള്ളത്. നെക്ടർ ഇൻ എ സീം 1954, സം ഇന്നർ ഫ്യൂറി 1955, എ സൈലൻസ് ഓഫ് ഡിസയർ 1960, പൊസിഷൻ 1963, ഇതൊരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് കേട്ടോ. ഹാൻഡ്ഫുൾ ഓഫ് റൈസ് 1966, എ കഫു ഡാംസ് 1971, ദ നോവൽ മാൻ 1973, ടു വേർജിൻസ് 1973, ദ ഗോൾഡൻ ഹണികോം 1977, ഷാലിമർ 83, ബോംബെ ടൈഗർ 2008. ഇതെല്ലാം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് റെഡിൽ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വർക്ക് ഡിസ്കസ് ചെയ്യാം. നെക്ടർ ഇൻ എ സീവ്. സീവിന്റെ മീനിങ് എന്താ നിങ്ങൾക്ക് അറിയണ്ടാവും. എന്താ നമ്മൾ മലയാളത്തിൽ അരിപ്പ എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ നെക്ടർ ഇൻ എ സീം 1954 ആണ്. അതാണ് അവരുടെ ഫസ്റ്റ് നോവൽ ആയിട്ട് വരുന്നത്. ഹർ ഫസ്റ്റ് നോവൽ ആൻഡ് ദ ടൈറ്റിൽ ഈസ് ടേക്കൺ ഫ്രം കോളറിഡ്ജ് പോയം വർക്ക് വിത്തൗട്ട് ഹോപ്പ്. അപ്പോൾ ഈ ഒരു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഇന്ത്യൻ റൈറ്ററുടെ വായിക്കുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ബ്രിട്ടീഷ് റൈറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും റൈറ്ററോ പേര് കാണുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, കാരണം നെറ്റിന്റെ ക്വസ്റ്റ്യൻ പലപ്പോഴും ഈ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് ഉണ്ടാവാറ്. അപ്പോൾ കോളറിഡ്ജ് ഒരു റൊമാൻറ്റിക് പോയിറ്റ് ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് അപ്പോൾ ഈ ഒരു
കാര്യത്തിലൂടെ നമുക്ക് രണ്ട് നോളജ് ആണ് ഇവിടെ കിട്ടുന്നത്. ഒന്ന് കൊളറിജിന്റെ വർക്ക് വിത്തൗട്ട് ഹോപ്പ് എന്നുള്ള കാര്യം നമുക്ക് പഠിച്ചു വെക്കാം. കൂടെ ഈ ഒരു നെക്ടറിനെ സീവ് എന്ന ടൈറ്റിൽ എടുത്തിട്ടുള്ളതും കൊളറിജിന്റെ ഈ ഒരു വർക്ക് വിത്തൗട്ട് ഹോപ്പ് എന്നുള്ള പോയത്തിൽ നിന്നാണ് അറിയാം. സോ ഈ പോയിന്റ് എന്തായാലും ഒന്ന് ഓർത്ത് വെക്കണേ, മേ ബി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. നെക്സ്റ്റ് വൺ ഈസ് ദ സ്റ്റോറി റിവോൾവ്സ് അറൌണ്ട് ദ ഫ്ലാഷ് ബാക്ക് ഓഫ് രുക്മിണി. അപ്പോൾ ഇതിന്റെ കുറച്ച് മുന്നേ ഉള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, രുക്മിണി എന്ന് പറയുന്നത് ഏത് നോവലിലെ ക്യാരക്ടർ ആയിരുന്നു എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ ഒരു അതായത് ഇപ്പോൾ ക്യാരക്ടേഴ്സ് നിങ്ങൾ വിചാരിക്കും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കും, പക്ഷെ അത് അങ്ങനെയല്ല. ക്യാരക്ടേഴ്സ് അതായത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ ഓരോ നോവലും. സോ അവരെയും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം, കാരണം അതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇപ്പോൾ രുക്മിണി എന്ന് പറയുന്നത് നെക്ടറിനെ സീവ് എന്ന് പറയുന്ന നോവലാണ്. ദ സ്റ്റോറി revolves around the flashback of Rukmini, the narrator and the protagonist. She was married at the age of 12. നമുക്കറിയാം ഇന്ത്യയിൽ കുറച്ച് ഇപ്പോഴും നിലവിൽ സ്റ്റിൽ നടക്കുന്നുണ്ട്, എന്നാൽ പോലും കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ചൈൽഡ് മാരേജ് വളരെ പ്രിവാലൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. സോ അതിൻ്റെ പെർസ്പെക്റ്റീവിൽ എഴുതിയിട്ടുള്ളതാവാം. സോ ഈ ഒരു രുക്മിണി എന്ന് പറയുന്ന ക്യാരക്ടർ 12 വയസ്സിൽ കല്യാണം കഴിഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് നമുക്കില്ല മറ്റ് ക്യാരക്ടേഴ്സിനെ നോക്കാം. നദൻ, രുക്മിണീസ് ഹസ്ബൻഡ്, എ ഫാമർ ഹു ലവ്സ് ലാൻഡ്. സോ രുക്മിണിയുടെ ഹസ്ബൻഡ് ആണ് നദൻ ഓർ നന്ദൻ. ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടർ ഇസ് കെന്നി. ഇങ്ങനെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളോട്, ഇന്ത്യൻ ക്യാരക്ടേഴ്സ് പ്ലസ് അതിൻ്റെ കൂടെ ബ്രിട്ടീഷ് ക്യാരക്ടേഴ്സ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവരുടെ വർക്കിൽ അധികം ഉണ്ടാവാറ്. സോ കെന്നി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ക്യാരക്ടർ ആണ്. ഹി ഈസ് എ വൈറ്റ് ഡോക്ടർ ഹു ഹെൽപ് രുക്മിണി ടു overcome her infidelity, show the good and positive side of West. അപ്പോൾ വെസ്റ്റേൺ ഈസ്റ്റിന്റെ കോൺഫ്ലിക്റ്റും അതിന്റെ രണ്ട് സൈഡും പെർസ്പെക്റ്റീവ് ഒക്കെ എപ്പോഴും ഇവിടെ വർക്കിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാറുണ്ട്. സോ ക്യാരക്ടേഴ്സും രണ്ടിൽ നിന്നും ഉണ്ടാവാറുണ്ട്. സോ കെനി എന്നൊരു വൈറ്റ് ഡോക്ടറാണ് ഹു ഹെൽപ് രുക്മിണി ടു ഓവർകം ഹർ ഇൻഫെഡിലിറ്റി. ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടർ ഇസ് കുന്തി. She is a village beauty, was pregnant when Rukmini first met her. Rukmini hated her because of having physical relationship with Nathan. She later became a prostitute. അപ്പോൾ തൻ്റെ ഭർത്താവുമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉള്ളതിനാൽ കുന്തിയെ രുക്മിണി എത്ര ഇഷ്ടത്തോടെ കാണുന്ന ആളല്ല. സോ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് ലാസ്റ്റ് ക്യാരക്ടർ ഐറ ഓ ഐരാവതി, രുക്മിണീസ് ഫസ്റ്റ് ഡോക്ടർ, സോ ഷീ ഡസൻ വാണ്ട് എ ഗേൾ ചൈൽഡ്. അതും നമുക്ക് ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പെൺകുട്ടികളെ അത്രത്തോളം ഇഷ്ടപ്പെടാത്ത ആളുകൾ സ്റ്റിൽ ഉണ്ട്. സോ ഈ രുക്മിണിയും ആൾക്ക് ഒരു ഗേൾ ചൈൽഡിന് ആവശ്യമില്ലായിരുന്നു. ബട്ട് ഈവൻ ദോ ഐറ എന്ന് പറയുന്നത് അവളുടെ ഫസ്റ്റ് ഡോക്ടറാണ്. ഹർ നെയിം ഈസ് ഇൻഡിക്കേറ്റ് ഓഫ് ദ റിവർ ഐരാവതി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വർക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സം ഇന്നർ ഫ്യൂരി 1955. Deal with the East-West conflict again and again. Same concept and same theme ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുള്ളത്. So it depicts the troubled relationship between educated Indian woman Meera and Richard. Again Indian and English character ആണ്. അപ്പോൾ മീര എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻ വുമണും അതേപോലെ റിച്ചാർഡും തമ്മിലുള്ള ട്രബിൾ റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു സം ഇന്നർ ഫ്യൂറി എന്ന് പറയുന്ന നോവൽ ഡിപിക്റ്റ് ചെയ്യുന്നത്. Meera and Richard got separated during the fury of freedom movement. So freedom മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഓൾവേസ് ഈ ഒരു ഇന്ത്യൻ ആൻഡ് ഇംഗ്ലണ്ട് തമ്മിലൊരു വളരെ ട്രബിൾഡ് ആയിട്ടുള്ള ഒരു ഇത് നടക്കുന്ന സിനാരിയോയിലാണ് ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു ഇന്ത്യനും ബ്രിട്ടീഷും തമ്മിൽ ഒരു ഇംഗ്ലീഷ് മാനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും കൂടെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും അതിൽ എന്താ പറയുക അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവരുടെ റിലേഷൻഷിപ്പിലും ബാധിക്കും അല്ലേ. സോ അങ്ങനെ ഒരു ഇഷ്യൂസും കൊണ്ട് ട്രബിൾ റിലേഷൻഷിപ്പും കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ ഒരു മീര ആൻഡ് റിച്ചാർഡ്. ഓൾസോ ഷോസ് ദ അൺഹാപ്പി മാരീഡ് ലൈഫ് ഓഫ് കിഡ്സ്വാമി. കിഡ്സ്വാമി എന്ന് പറയുന്നത് മീരയുടെ ബ്രദർ ആണ് കേട്ടോ. ആൻഡ് പ്രമിള എന്ന് പറയുന്നതും കിഡ്സ്വാമിയുടെ വൈഫാണ്. ഷീ ഈസ് എ ട്രഡീഷണൽ ഹിന്ദു വൈഫ്. ഓക്കെ, ദ നോവൽ ഫെയിൽ ടു ബി എ ട്രാജഡി ഓഫ് സ്റ്റാർ ക്രോസ് ലവ്. അപ്പോൾ ഈ സ്റ്റാർ ക്രോസ് ലവ് മീൻസ് എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം ഒരു ലവ് റിലേഷൻഷിപ്പ് ഫെയിൽ ആവുകയാണെങ്കിൽ അതിനാ സ്റ്റാർ ക്രോസ് ലവ് എന്ന് പറയുന്നത്. പൊതുവെ ഈ സ്റ്റാർ ക്രോസ് ലവ് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റാർ പോലും ഈ ഒരു റിലേഷൻഷിപ്പിന് എഗെയിൻസ്റ്റ് ആണ് എന്ന രീതിയിലാണ് ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ക്യാരക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മീര. ദ പ്രൊട്ടഗോണിസ്റ്റ് torn between her Indian patriotism and sincere love for Richard.
അപ്പോൾ ഒരു ഇന്ത്യൻ എന്ന നിലയിൽ ഫ്രീഡം മൂവ്മെന്റിൽ വളരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പാട്രിയോട്ടിസം ഉണ്ടാവുമല്ലോ എന്തായാലും. സോ അത് അവിടെ ഒരു സൈഡിലും, ആൻഡ് നെക്സ്റ്റ് സൈഡിൽ ഇംഗ്ലീഷ് മാൻ ആയിട്ടുള്ള റിച്ചാർഡിനോടുള്ള ലവ്, ഇതിന്റെ ഇടയിൽ പെട്ടിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ക്യാരക്ടറാണ് മീര എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റിച്ചാർഡ്, ഒരു ഇംഗ്ലീഷ് മാൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞു, മീരയുടെ ലവർ ആണ്. ആൻഡ് കിഡ്സ്വാമി ആരാ, മീരയുടെ ബ്രദർ ആണ്. ഈസ് ഓൾസോ സപ്പോർട്ട് ദ വെസ്റ്റേൺ സൈഡ് ആൻഡ് വെസ്റ്റേൺ കൾച്ചർ. ഓക്കെ, അപ്പോൾ കിഡ്സ്വാമി എന്ന ക്യാരക്ടർ ഒരു വെസ്റ്റേൺ സൈഡാണ് കാണിക്കുന്നതെങ്കിൽ പ്രമീള, അതായത് കിഡ്സ്വാമിയുടെ വൈഫ്, ഒരു ഈസ്റ്റേൺ സൈഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഷീസ് എ ട്രഡീഷണൽ ഇന്ത്യൻ വുമൺ ആണ്. സോ അവള് ഈസ്റ്റേൺ സൈഡാണ്, അവളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് പ്രമീള എന്ന് പറയുന്നത്. സോ ഓൾസോ ദർ ഇസ് അനദർ ക്യാരക്ടർ ഗോവിന്ദ്. ഗോവിന്ദ് എന്ന് പറയുന്നത് മീരയുടെ ബ്രദർ ആണ്. ഹി ഈസ് എ ഫ്രീഡം ഫൈറ്റർ. അപ്പോൾ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള രണ്ട് ബ്രദേഴ്സ് ഉള്ള അല്ലെ, കിഡ്സ്വാമിയും ഗോവിന്ദും. സോ അടുത്ത ഇമ്പോർട്ടൻറ്റ് വർക്കാണ് പൊസിഷൻ. അപ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത് കമല മാർക്കണ്ടയുടെ വർക്കാണ്. പൊസിഷൻ എന്ന് പറയുന്നത് ആരുടെ വർക്ക് എന്നുള്ളത് കഴിഞ്ഞ ഒരു നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും വർക്ക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏത് റൈറ്ററാന്നുള്ളത് ഓർത്ത് വെക്കാൻ ഭയങ്കര പണിയാണ് അല്ലേ. ഞാൻ പൊതുവേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം കമല, അപ്പം നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും കമല ഉണ്ടെങ്കിൽ അവരുമായിട്ട്, അവരുടെ സ്വഭാവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏതെങ്കിലും പേരൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എനിക്ക് അറിയുന്ന ഒരു കമലയുണ്ട്, അവരാണെങ്കിൽ കുറച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. സോ ഞാൻ പൊസഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരുമായിട്ട് കണക്ട് ചെയ്തു, അതായത് എല്ലാം കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. ആ രീതിയിൽ കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് കമലയുടെ മാർക്കണ്ടയുടെ വർക്കാണ് പൊസിഷൻ, ആ രീതിയിൽ ഓർമ്മ വരും എപ്പോഴും, അതിനോട് മറന്നു പോവില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെ ചിലപ്പം എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫായിട്ട് ബന്ധമായിട്ട് വളരെ ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോഡ് എപ്പോഴും ഓർത്ത് വെക്കട്ടെ. ഞാനായിട്ടൊരു കോഡ് പറഞ്ഞു തരാത്തത്, എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ അല്ലെങ്കിൽ എനിക്ക് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഞാൻ പറയുള്ളൂ. അത് നിങ്ങൾക്ക് അത്രത്തോളം ഓർമ്മ ഉണ്ടാകുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോഡ് മേക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്കിന്റെ കുറച്ച് ഫ്യൂ ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ചൊരു ഭാഗം. Carolyn thinks Valmiki belongs to her. People don't easily give up what they think possessions. The English never have. Again, ഒരു ഈസ്റ്റ് വെസ്റ്റ് കോൺഫ്ലിക്റ്റ് പറയുന്ന ആ തീമുള്ള ഒരു നോവലാണ് പൊസിഷൻ എന്ന് പറയുന്നത്. Debate how the Western culture has the tendency to exploit physically as well as psychologically the innocent and poor of their selfish gains. ഓൾറെഡി നമുക്കറിയാം, ഇവിടെ കോളനീസ് ഒക്കെ ഉണ്ടാക്കിയ ടൈമിൽ, അതായത് ബ്രിട്ടീഷുകാർ നമ്മൾ ഫിസിക്കലി മാത്രമല്ല എക്സ്പ്ലോയിറ്റ് ചെയ്തത്, ആസ് വെൽ ആസ് എന്താ സൈക്കോളജിക്കലും അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്ട് ഇപ്പോഴും നമുക്കുണ്ട്, നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലെ. കൊളോണിയൽ അതിൻ്റെ സ്റ്റഡീസ് ഒക്കെ പഠിക്കുമ്പോൾ, അങ്ങനത്തെ വർക്ക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അതായത് ഇപ്പോഴും അവരാണ് ഗ്രേറ്റർ എന്നുള്ള ഒരു തോന്നൽ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്, അതൊരു സബ്മിഷൻ എപ്പോഴും നമ്മളെ മുന്നിൽ ഉണ്ടാവാറുണ്ട്. സോ എങ്ങനെയാണ് വെസ്റ്റേൺ കൾച്ചർ ഫിസിക്കലി ആൻഡ് സൈക്കോളജിലി നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ സെൽഫിഷ് ഗെയിൻസ് ആണ് അവർ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ പൊസിഷൻ എന്ന വർക്കിൽ. നമുക്കതിൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. To portray the master-slave relationship and also the relationship between possessor and the possessed. അപ്പോൾ ഈ ഒരു ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട തീം തന്നെയാണ് ഇതിലും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി കരോലിൻ വാൽമീകി എന്നുള്ള രണ്ട് ക്യാരക്ടറിന്റെ പേര് നമ്മൾ തുടക്കത്തിൽ പഠിച്ചു. അപ്പോൾ ബാക്കി ക്യാരക്ടേഴ്സ് നോക്കാം. അനസൂയ, ഷീ ഈസ് ദ നറേറ്റർ ആൻഡ് കരോലിൻസ് ഫ്രണ്ട്. കരോലിൻ ആരാന്ന് പറഞ്ഞിട്ടില്ല. കരോലിന്റെ ഫ്രണ്ട് ആണ് അനസൂയ എന്ന് പറഞ്ഞത്, ആൻഡ് ഷീ ഈസ് ദ നറേറ്റർ. Valmiki, a humble shepherd boy, expressed himself through painting caves. He represents the East. Okay. അപ്പോൾ വാൽമീകി എന്ന് പറയുന്ന ആ ഒരു ബോയ് പെയിന്റിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, കേവ്സിലൊക്കെ പെയിന്റ് ചെയ്യുന്ന രീതിയിലൊരു കുട്ടിയാണ്, ലൈക്ക് ഒരു ബോയ് ആണ്. ആൻഡ് ഹി റെപ്രസെന്റ് ഈസ്റ്റ് സൈഡിനെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ക്യാരക്ടറാണ് വാൽമീകി. ആൻഡ് ഓൾസോ ദർ ഇസ് എ ക്യാരക്ടർ സ്വാമി, ആൻഡ് ascetic who recognize the talent of Valmiki or Val. അതായത് വാൽമീകിക്ക് പെയിന്റിങ്ങിലുള്ള ഒരു ടാലന്റ് ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ് സ്വാമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു മെയിൻ ക്യാരക്ടറാണ് കാരോലിൻ. ഷീ ഈസ് എ ഇംഗ്ലീഷ് ക്യാരക്ടർ ഓൾസോ, ആൻഡ് ഷീ തിങ്ക് ദാറ്റ് ഷീ പോസസ് വാൽമീകി ആൻഡ് ദാറ്റ് ഷീ ബ്രിങ് ഹിം to London, and also she want to own him.
and she represent the west side. Okay. ഈ കരോൾ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ വാൽമീകിനെ ഓൺ ചെയ്യണം എന്നുള്ള ധാരണയിൽ അവനെ ലണ്ടനിലേക്ക് കൊണ്ടുപോവാണ്. സോ അതുമായി ബന്ധപ്പെട്ട സ്റ്റോറീസ് ഒക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന പേർഷ്യൻ എന്ന വർക്കിൽ. അതിൽ ഒരു ക്യാരക്ടറും കൂടെ ഉണ്ട്, എലി. ഇൻ ലണ്ടൻ, വാൽമീകി മീറ്റ് ഹർ ആൻഡ് ഹി impregnates her. She later commits suicide. Valmiki returned to India and met Swami and start painting. ഇപ്പൊ ലണ്ടനിലെത്തിയ വാൽമീകി എലി എന്ന ക്യാരക്ടറിനെ പരിചയപ്പെടും. അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ലേറ്റർ അതിനൊക്കെ ശേഷം വാൽമീകി തിരിച്ച് എങ്ങോട്ട് ഇന്ത്യയിലേക്ക് തന്നെ വരേണ്ടി വരികയും എന്താ അവൻ്റെ ഒരു ട്രൂ ഐഡന്റിറ്റി അവൻ ഇന്ത്യയിൽ കണ്ടെത്തുകയും അഗെയിൻ ആ ഒരു പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ലൈഫ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് ഈ ഒരു നോവലിൽ പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ എല്ലാ വർക്കിൻ്റെയും സമ്മറി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. സോ ഇമ്പോർട്ടൻറ്റ് വർക്കും അതിൻ്റെ ഒരു തീമും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. പ്ലസ് നിങ്ങളായിട്ടാണ് ഒരു സമ്മറി എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടതും അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതും. സമ്മറി ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്റ്റോറി മൊത്തം പഠിച്ചു വെക്കാന്നൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ആ ഒരു വർക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 3-4-5 വരി അല്ലെങ്കിൽ ചെറിയൊരു പാരഗ്രാഫിലുള്ള അത്രയും സമ്മറീസ് ജസ്റ്റ് പഠിച്ചാൽ മതി, അത്രയും മതി. അപ്പോൾ എല്ലാ വർക്കിനും സമ്മറി നമുക്ക് പഠിക്കാനാവില്ല. അപ്പോൾ എല്ലാത്തിനും കുഞ്ഞു സമ്മറി പഠിച്ചു വെക്കുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അല്ലാത്തൊക്കെ ജസ്റ്റ് ഒരു സമ്മറി നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ആ ഒരു കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവേണ്ടത്. സോ കമല മാർക്കൻഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവലിസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് മനോഹർ മൽഹോത്ര. സോ ഇമ്പോർട്ടൻറ്റ് ഓതറാണ്. നിങ്ങൾക്ക് എത്രത്തോളം പരിചയമാണെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് കമല മാർക്കൻഡെയും കുശാന്ത് സിംഗും കുറച്ചും കൂടെ ഫെമിലർ ആയിരിക്കും. ഓൾസോ മനോഹർ മൽഹോത്ര പ്രോമിനൻറ്റ് റൈറ്ററാണ്, ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള പറയുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് വർക്ക്സ് ഡിസ്കസ് ചെയ്യാം. 1913 to 2010 ആണ് പീരീഡ് വരുന്നത്. ഓക്കെ. He was born in Mumbai. So he was born in Mumbai. Known for his historical fiction with the political undertones. So historical fiction അതുപോലെ കുറച്ച് പൊളിറ്റിക്കൽ അണ്ടർടോൺസും വരുന്ന റൈറ്റിംഗ്സ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറ്. കമല മാർക്കൻഡെ ആണെങ്കിൽ വെസ്റ്റ് ഈസ്റ്റ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻഡ് മനോഹർ മൽഹോത്ര ആണെങ്കിൽ ഏതാ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, ഓൾസോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ആളാണ്. സോ ഓക്കെ. He wrote for Indian newspapers like The Statesman and Deccan Herald. സോ ഈ ഒരു പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കണേ. ഇതുപോലെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ കാര്യങ്ങൾ, ജേർണലിസ്റ്റ് ആയിരുന്നു, അപ്പോൾ ഏതൊക്കെ ന്യൂസ് പേപ്പറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം റോട്ട് ഫോർ ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് ലൈക്ക് സ്റ്റേറ്റ്മാൻ ആൻഡ് ഡെക്കാൻ ഹെറാൾഡ്. ഓക്കെ. റോട്ട് അബൌട്ട് ഇന്ത്യൻ തീംസ് ആൻഡ് ഇന്ത്യൻ ക്യാരക്ടേഴ്സ്. കമല മാർക്കൻഡെയ മിക്സ് ആയിട്ട് ഇന്ത്യൻ ക്യാരക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ തീമും അങ്ങനെ തന്നെയായിരുന്നു. രണ്ടിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ള രീതിയിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മനോഹർ മൽഹോത്ര ആണെങ്കിൽ ഇന്ത്യൻ തീംസ്, ഇന്ത്യൻനെസ് ആണ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹി സെർവ്ഡ് ഇൻ ആർമി. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ വിചാരിക്കും നെറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ തീരെ ഇറലവൻ്റ് ആണല്ലോ ഹി സെർവ്ഡ് ഇൻ ആർമി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. കാരണം അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്ട്, ഇൻഫ്ലുവൻസ് നമുക്ക് കാണാം. പ്ലസ് പൊതുവേ റൈറ്റേഴ്സിൻ്റെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ട് ഇതൊക്കെ ശരിയാണോ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ മൈന്യൂട്ട് പോയിന്റ്സ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. വർക്ക്സ് ആ The Seahawk, Life and Battles of Kanhoji Agri 1959, Distant Drum 1960, A Compact of Shadows 1962, The Princess 1963, A Bend in the Ganges 1964, Spy in Amber 1971, The Devil's Wind 1972, Shalimar 1978, Bandicoot Run 1982, The Galal Keepers 1986. Okay. കുറച്ച് ഡീറ്റെയിൽ ആയ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇതിൽ എല്ലാ വർക്ക്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം, പ്രാക്ടിക്കൽ അല്ല. പക്ഷേ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഫസ്റ്റ് ഈസ് ഡിസ്റ്റന്റ് ഡ്രം 1960 ആണ്. ഈസ് ഫസ്റ്റ് നോവലാണ്, എ മിലിറ്ററി നോവൽ. ഓൾറെഡി പറഞ്ഞു ഹീ സെർവ്ഡ് ഇൻ ആർമി. സോ അതിൻ്റെ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിലും കാണാം. ഇതൊരു മിലിറ്ററി നോവലാണ്, ദ ഡിസ്റ്റന്റ് ഡ്രം.
ഓക്കെ, നമ്മൾ മിലിറ്ററിയിൽ ഇടയ്ക്ക് വാർസ് ഉണ്ടാവും. വാർ ഉണ്ടാകുമ്പോൾ പൊതുവേ കാണാറില്ലേ, വാർ തുടങ്ങുന്നതിന് മുന്നേ ഡ്രമ്മൊക്കെ മുട്ടിയിട്ടാണല്ലോ ജസ്റ്റ് ഒന്ന്, ലൈക്ക് ആർമിയിൽ അങ്ങനെയൊന്നല്ല, പൊതുവേ നമ്മൾ സിനിമകളിലൊക്കെ കാണില്ലേ, ചിലപ്പോൾ ഒരു വാറൊക്കെ തുടങ്ങുമ്പോൾ ഡ്രമ്മൊക്കെ പൊട്ടി അറിയിച്ചിട്ട് അല്ലെ, ലൈക്ക് ആ ഒരു രീതിയിൽ ഇപ്പോഴത്തെ ആർമിയിലെ പഴയ നമ്മൾ ലൈക്ക് രാജാക്കന്മാർ ആ വാറൊക്കെ കാണുമ്പോൾ കാണാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും റിലേറ്റ് ചെയ്താൽ മതി. ഡ്രം എന്ന് പറയുന്നത് മിലിറ്ററി നോവലാണ്. ഓക്കെ, അപ്പൊ മിലിറ്ററി നോവൽ പൊതുവെ ആരാ എഴുതാ? മനോഹർ മൽഹോത്ര, ബിക്കോസ് എന്താ, അദ്ദേഹം ആർമിയിലായിരുന്നു. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും റിലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ദ എക്സ്പീരിയൻസ് ഓഫ് ആർമി ലൈഫ് ആൻഡ് ദ സോൾജേഴ്സ് എസ്പ്രൈറ്റ് ഡി കോപ്സ് വർ ഫ്രഷ് ഇൻ മെമ്മറി. അപ്പോൾ ആർമി ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും പ്ലസ് സോൾജേഴ്സ് എസ്പ്രൈറ്റ് ഡി കോപ്സ് എന്ന് വെച്ചാൽ എന്താ, കാര്യമായിട്ടൊന്നുമില്ല, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൈഡ് ആയിട്ടുള്ള സോൾജേഴ്സ് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ദ നോവൽ ഡീൽ വിത്ത് എ ബർമ വാർ. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഡിസ്റ്റന്റ് ഡ്രം ഏത് വാറിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഓർ അത് ബർമ വാറിന്റെ ഒരു തീമായിട്ട് വരുന്ന വർക്ക് ഏതാണ്, മനോഹർ മൽഹോത്ര എന്ന് ചോദിക്കുകയാണ്. അത് ഡിസ്റ്റന്റ് ഡ്രം ആണ് കേട്ടോ. ഡ്രം മിലിറ്ററി നോവലാണ്. ഓക്കെ, അപ്പൊ ഇതിലെ ക്യാരക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. കിരൺ ഗരുഡ്, ദ പ്രൊട്ടഗോണിസ്റ്റ്, എ യങ് Indian army officer serving in the Satpura Rifles, who navigate the complexities of military life. And next one is Abdullah Jamal, Kiran's friend ആണ്, and also is a duty bounded soldier. Okay, ഒരു മിലിറ്ററി ലൈഫും അതിന്റെ എക്സ്പീരിയൻസും പറയുന്നതാണ്. സോ മെയിൻ ക്യാരക്ടേഴ്സ് അപ്പോൾ എന്തായിരിക്കും, സോൾജേഴ്സ് ആയിരിക്കുമല്ലോ. ബീന സോണൽ, Kiran's love interest representing the sense of stability and loyalty. കിരണിന്റെ ലവർ ആണ് അപ്പോൾ ബീന സോണൽ. മാർഗോട്ട് മെഡ്ലി, എ captivating British woman who represent the temptation and more carefree lifestyle. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ജസ്റ്റ് പറഞ്ഞു. സോ നമുക്ക് അടുത്ത വർക്കിലേക്ക് പോവാം. കോമ്പാക്ട് ഓഫ് ഷാഡോസ് 1962. It is his second novel, published 1962. A depiction of life on a tea estate in Assam. Okay, ലൈഫ് ഓഫ് എ ടീ എസ്റ്റേറ്റ് ഇൻ ആസാം എന്ന് പറയുമ്പോൾ ഇതുമായി റിലേറ്റഡ് ഇതേ തീം വരുന്ന വേറൊരു വർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ മുൽക്രാജ് ആനന്ദിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് എന്ത്, ടു ലീവ്സ് ആൻഡ് എ ബഡ്. അതിലും സെയിം ഈ ഒരു ടീ എസ്റ്റേറ്റിൽ, ആസാമിലെ ടീ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ പ്ലൈറ്റിനെ പറ്റിയിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള മുൽക്രാജ് ആനന്ദിന്റെ വർക്കാണ് ടു ലീവ്സ് ആൻഡ് എ ബഡ്. അപ്പൊ ജസ്റ്റ് പിന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്ന ഒരു പോയിന്റ് ആട്ടോ ഇത്. സോ ആ ഒരു വർക്കിന് സിമിലർ ആയിട്ടുള്ള ഒരു വർക്കാണ് കോമ്പാക്ട് ഓഫ് ഷാഡോ. അപ്പൊ മേ ബി അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് മുൽക്രാജ് ആനന്ദിന്റെയും അതേപോലെ തന്നെ മനോഹർ മൽഹോത്രന്റെയും സെയിം തീമിൽ വരുന്ന, അതായത് ടി സ്റ്റേറ്റിൽ ആസാമിലെ വർക്കേഴ്സിന്റെ തീമിൽ വരുന്നിട്ടുള്ള വർക്ക് ഏതാന്ന് ചോദിച്ചാൽ കോമ്പാക്ട് ഓഫ് ഷാഡോസ് ആണ് കേട്ടോ. പക്ഷെ ഇത് കുറച്ചും കൂടി ഡീപ്പർ ലെവലിലേക്ക് ഈ ഒരു വർക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, ബട്ട് ഓൺ എ ഡീപ്പർ ലെവൽ. Explores a tragic implication of racial discrimination and the arrogance of British officers toward Indians. ബ്രിട്ടീഷ് ഓഫീസേഴ്സിന് ഇന്ത്യൻസിനുള്ള ആ ഒരു അരഗൻസ് ആൻഡ് ആ ഡിസ്ക്രിമിനേഷൻ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ് ഇതിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ദ ടെയിൽ ഓഫ് വൺ സച്ച് ആംഗ്ലോ ഇന്ത്യൻ വുമൺ ഹു ഡ്രീംസ് ഓഫ് ബിക്കമിങ് എ പക്ക മെയിൻ സാബ് ടു എ ഇംഗ്ലീഷ് മാൻ. ഈ പക്ക മെയിൻ സാബ് എന്ന് വെച്ചാൽ മാസ്റ്റർ എന്നാണ് അർത്ഥം കേട്ടോ. But has to face the reality of racial discrimination prevalent in pre-independence India. ഇപ്പൊ ഈ ആംഗ്ലോ ഇന്ത്യൻ വുമൺ എന്ന് പറഞ്ഞ സമയത്ത് ലൈക്ക് ഒരു മുൽക്രാജ് ആനന്ദിന്റെ ഓരോ വർക്ക് ഉണ്ട്, കൂലി എന്ന് പറയുന്ന വർക്ക്. അതിൽ ആംഗ്ലോ ഇന്ത്യൻ വുമണിന്റെ ക്യാരക്ടേഴ്സിൽ പറഞ്ഞ സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരായിരുന്നു, ഓർമ്മയുണ്ടോ? മെയിൻ വാരിങ്സ് എന്ന് പറയുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ വുമൺ അതിലും ഉണ്ടായിരുന്നു. സോ അതിലും ആ ഒരു വുമന്റെ ഡ്രീം എന്തായിരുന്നു വെച്ചാൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മാന് വിവാഹം മാരേജ് ചെയ്തിട്ട് അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നായിരുന്നു. കാരണം എന്താ, ഇവര് ആംഗ്ലോ ഇന്ത്യൻ വുമൺ ആണ്, അതായത് ഹാഫ് ഇംഗ്ലീഷ് ആൻഡ് ഹാഫ് ഇന്ത്യൻ ആണ്. സോ അവർക്ക് ഒരു ഇംഗ്ലീഷ് മാൻ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് വുമണിന് കിട്ടുന്ന അത്രയും റെസ്പെക്റ്റും ഒന്നും ആരുടെ കയ്യിൽ നിന്നും കിട്ടില്ല. സോ അവരുടെ ഒരു ആഗ്രഹം ഒരു ഇംഗ്ലീഷ് മാനെ കല്യാണം കഴിച്ച ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തണമെന്നാണ്. സോ ഓൾസോ ഇതിൽ പറയുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ വുമൺ ക്യാരക്ടർ ഉണ്ട് ഇതിൽ. അവരുടെ ആഗ്രഹം ഒരു ഇംഗ്ലീഷ് മാനെ കല്യാണം കഴിച്ചിട്ട് അവരുടെ സ്റ്റാറ്റസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ്. പക്ഷേ സ്റ്റിൽ ആ റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ആ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇവരും വിക്ടിം ആവാണ്.
The novel compares the binaries together, the white and black, whereas the white represent the foreigners and the black represent Indians. ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഈ ഒരു വർക്കിൽ നമുക്ക് കാണാം. അപ്പൊ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഹെൻറി വിൻറ്റൺ, എ പ്ലാന്റേഷൻ മാനേജർ ഓഫ് എ ബ്രിട്ടീഷ് ടീ കമ്പനി. സോ ഈസ് എ ഇംഗ്ലീഷ് ക്യാരക്ടർ ആണ്. റൂബി മിറാണ്ട, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ആംഗ്ലോ ഇന്ത്യൻ വുമൺ ഇവരാണ് കേട്ടോ. ഷീ ഈസ് എ ടീച്ചർ. അപ്പം റൂബി മിറാണ്ട എന്ന ഇംഗ്ലീഷ് ആംഗ്ലോ ഇന്ത്യൻ ആസ് എ ടീച്ചർ ഇൻ ദ എസ്റ്റേറ്റ് സ്കൂൾ. അതായത് ഒരു ആസാമിലെ പ്ലാന്റേഷൻ തൊഴിലാളികളും അവരായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്ലാന്റേഷനിലെ മാനേജറാണ് ഹെൻറി വിൻറ്റൺ. അവിടെ തന്നെയുള്ള സ്കൂളിലെ ടീച്ചറാണ് റൂബി മിറാണ്ട. അപ്പൊ ഇവർ തമ്മിൽ ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ട്. സഡൻ ഡാർട്ട്, ഹെൻറീസ് ബോസ്. അതായത് ആ പ്ലാന്റേഷനിലെ മാനേജറാണ് ഹെൻറി എങ്കിൽ അവിടുത്തെ ബോസ് ആണ് സഡൻ ഡാർട്ട്. An archetypal and orthodox Englishman is a orthodox Englishman reminds Henry. അപ്പൊ അതിലും നമ്മളുടെ സഡൻ ഹെൻറിക്ക് കൊടുക്കുന്ന ഒരു ഒരു ഉപദേശമുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. The thin line that separates fun from serious involvement, forcing him to reject Ruby's proposal. I already told that ഹെൻറി വിൻസനും റൂബി മിറാണ്ടയും തമ്മിൽ എന്തുണ്ട്, ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ സഡൻ ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിന് എന്താണ്, എതിരാണ്. ബിക്കോസ് എന്താണോ ഹെൻറിനോട് പറയുന്നത്, നിങ്ങൾ തമ്മിൽ ഒരു ഫൺ റിലേഷൻഷിപ്പ് ഒക്കെ അയക്കോ, പക്ഷെ ഒരു സീരിയസ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലേക്ക് പോകണ്ട. എഗെയിൻ അവിടെ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് കാണുക അല്ലെ. ഇവരൊരു ഇംഗ്ലീഷ് വുമൺ അല്ല, ഷീസ് ആംഗ്ലോ ഇന്ത്യൻ ആണ്. അതുകൊണ്ടാണ് ഈ സഡൻ ഡാർട്ട് ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ആണ് ദ പ്രിൻസസ്. 1963 ആണ്. തേർഡ് നോവൽ, an epic saga for our contemporary history, and about the princes who were on the verge of losing their roots and take up the ticklish question of their identity, and shows remarkable ability to present the insider view of princely life. Okay, അപ്പോൾ എന്താണ് ഇത് പറയുന്നത് വെച്ചാൽ, ഇത് പ്രിൻസസ് എന്ന വർക്ക് ഒരു പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആ ഒരു ഇറയിൽ ബിഗിൻ ചെയ്യുന്ന ഒരു വർക്കാണ്. സോ ഈ വർക്കിൽ, അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇൻഡിപെൻഡൻസ് എത്തി അതിനുശേഷമുള്ള ലൈഫ് ലീഡ് ചെയ്യുക അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന രാജഭരണം, റോയൽ ഫാമിലീസ് ഒക്കെ അത് ബ്രേക്ക് ആയിട്ട് ആളുകൾ വേറൊരു രീതി, ഒരു ഡെമോക്രാറ്റിക്കൽ വേയിൽ ജീവിക്കുക അല്ലെ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഈ റോയൽ ഫാമിലിയിലെ ആളുകൾ എങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ സർവേ ചെയ്തത്, അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, അവർ എങ്ങനെയാണ് ഇവിടെ സർവേ ചെയ്തത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ദ പ്രിൻസസ് എന്ന വർക്കിൽ, അതായത് ടൈറ്റിൽ തന്നെ നമുക്ക് കാണാം ദ പ്രിൻസസ്. ആ പ്രിൻസിന്റെ ലൈഫ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇടയിൽ, അതാണ് ഈ വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. The protagonist of the story is Abhay Raj, the prince of Bekwadi. He is a prince, like Abhay Raj, who is the only heir of his father. The story begins in post-independent India, but the narration shifts to the past and the Abhay reflect on his life. ഞാൻ പറഞ്ഞ പോലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു പ്രിൻസ് അവരുടെ റോയൽ ഫാമിലി എങ്ങനെയായിരിക്കും ഇതുമായിട്ട് സർവൈവ് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്ന വർക്കാണ്. ഓക്കെ, ദ പ്രിൻസസ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് വർക്കാണ് എ ബെൻഡ് ഇൻ ദ ഗാഞ്ചസ് 1964. ഈ ഒരു വർക്ക് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോ, എ ബെൻഡ് ഇൻ ദ ഗാഞ്ചസ് പോലെ വേറൊരു വർക്കും ഉണ്ട്, എ ബെൻഡ് ഇൻ ദ റിവർ. VS നെയ്പോളിന്റെ വർക്ക് ആട്ടോ. അത് പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിങ് ആവാറുണ്ട്, എ ബെൻഡ് ഇൻ ദ ഗാഞ്ചസും എ ബെൻഡ് ഇൻ ദ റിവറും. അപ്പോൾ എ ബെൻഡ് ഇൻ ദ റിവർ VS നെയ്പോളാണ്. അപ്പൊ ആ ഒരു അഡീഷണൽ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റ് നിങ്ങൾ പഠിക്കുന്ന ഉള്ളിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, എങ്ങനെയെങ്കിലും ഓർത്ത് വെച്ചേ. എ ബെൻഡ് ഇൻ ദ ഗാഞ്ചസ്, മനോഹർ മൽഗോക്കർ, ഗ എന്നുള്ള അക്ഷരം ഗാഞ്ചസ്, മൽഗോക്കർ. അപ്പൊ ഗാഞ്ചസ് എന്ന വാക്ക് മൽഗോക്കറിന്റെയാണ്. എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഹിസ് ഫോർത്ത് നോവൽ, അത് അദ്ദേഹത്തിന്റെ ഫോർത്ത് നോവൽ ആണ്. ഓക്കെ, ഹാസ് എ ഫ്രീഡം മൂവ്മെന്റ്, പാർട്ടീഷൻ ആൻഡ് ദ റിസൾട്ടന്റ് വയലൻസ് ഈസ് ഇറ്റ്സ് തീം. പൊളിറ്റിക്കൽ അണ്ടർടോൺസ് വരുന്ന വർക്ക്സ് ചെയ്തിട്ടുള്ള ആളാണ് മനോഹർ മൽഗോക്കർ. സോ ഈ ഒരു വർക്കിൽ പെർട്ടിക്കുലർ ആയിട്ട് ഫ്രീഡം മൂവ്മെന്റ്, അതിന്റെ ഭാഗമായിട്ട് നടന്ന പാർട്ടീഷന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഒരുപാടധികം വയലൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതിന്റെ റിസൾട്ടന്റ് വയലൻസ് ഒക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് എ ബെൻഡ് ഇൻ ദ ഗാഞ്ചസിൽ വരുന്നത്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ജസ്റ്റ് നോക്കാം. ജാൻ താൽവർ, he is very much influenced by Gandhian ideology of non-violence. Okay, in Debi Dayal and Shafi Usman,
use J. Ram, J. Rahim slogan to equate their feeling towards secularism. The color minute points are just on North Vika. Okay. All these three characters are protagonists of the novel. അപ്പോൾ ഇതിൽ 3 ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? ജാൻ താൽവർ, ജബി ദയാൽ ആൻഡ് ഷാഫി ഉസ്മാൻ. ഈ 3 ആൾക്കാരും ഇതിലെ പ്രൊട്ടഗോണിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ 3 പ്രൊട്ടഗോണിസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു നോവൽ. അത് എന്തായാലും ഒന്ന് ഓർത്ത് വെക്കട്ടോ, ഈ പേരുകൾ ജാൻ താൽവർ, ജബി ദയാൽ ആൻഡ് ഷാഫി ഉസ്മാൻ. ഓക്കെ. And the next work is The Devil's Wind. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എഴുതുന്ന റൈറ്റർ ആണ് നമ്മളുടെ മനോഹർ മൽക്കോക്കർ. ആൻഡ് ദിസ് വൺ ഈസ് എ ഹിസ്റ്റോറിക്കൽ നോവൽ, ദ ഡെവിൾസ് വിൻ 1972, about Nana Sahib Peshwa's role in Indian First War Independence. So ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. വേറൊരു ഹിസ്റ്റോറിക്കൽ ഫിഗർ ഇവിടെ വരുന്നുണ്ട്, ദാറ്റ് ഈസ് നാനാ സാഹിബ്. അപ്പൊ നാനാ സാഹിബിനെ പറ്റിയിട്ട് എഴുതിയിട്ടൊരു വർക്ക് ഏതാന്ന് ചോദിക്കുക, ദ ഡെവിൾസ് വിൻഡ് ആണ് കേട്ടോ. അതായത് നാനാ സാഹിബിന് ഒരു വില്ലൻ ക്യാരക്ടർ ആണ് പൊതുവേ ഒരു നമ്മളെ ബ്രിട്ടീഷുകാർ നൽകിയിട്ടുള്ളത്. അതിനെതിരെ ഒരു അദ്ദേഹത്തിന്റെ ട്രൂ ആയിട്ടുള്ള അദ്ദേഹം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ റോൾ എന്തായിരുന്നു ഇന്ത്യയിലെ ഫസ്റ്റ് വാർ ഇൻഡിപെൻഡൻസിന് എന്ന് പറയുന്ന രീതിയിൽ എഴുതിയിട്ടുള്ളതാണ് ഈ ഒരു വർക്ക്. And it is about Nana Sahib Peshwa's role in Indian First War of Independence, an effort to correct the picture of Nana Sahib, who was condemned by British as the villain of mutiny. ഒരു വില്ലൻ ഇമേജ് കൊടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന നാനാ സാഹിബിന് ഒരു ഹീറോ പരിവേഷം നൽകുന്ന പണിയാണ് ആരെ എടുത്തിട്ടുള്ളത്? മനോഹർ മൽഹോക്കർ ഈ ഒരു വർക്കിൽ എടുത്തിട്ടുള്ളത്. And next important work is Cactus Country 1992. It is also an historical novel. It is based on a army life. Also ഞാൻ പറഞ്ഞല്ലോ ആർമിയാണ്, അപ്പൊ ആർമി ലൈഫിലെ കാര്യങ്ങളും എക്സ്പീരിയൻസും ഒക്കെ അദ്ദേഹത്തിന്റെ വർക്കിലും റിഫ്ലക്ട് ചെയ്യും. ആൻഡ് എ നോവൽ അബൌട്ട് ദ ബർത്ത് ഓഫ് ബംഗ്ലാദേശ്. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതായത് ഈ നോവൽ ഈസ് അബൌട്ട് ദ ബർത്ത് ഓഫ് ബംഗ്ലാദേശ്, അതായത് പാർട്ടീഷന്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളും അതൊക്കെയാണ് അദ്ദേഹത്തിന് പൊതുവെ ഡിസ്കസ് ചെയ്യാറ്. ആൻഡ് ഓൾസോ ഇറ്റ് ടോക്സ് അബൌട്ട് ബംഗ്ലാദേശ് വാർ. അപ്പോൾ ഇതിന്റെ മുന്നേ ഞാൻ ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പൊസിഷൻ എന്ന് പറയുന്ന മനോഹർ മൽഗോക്കിന്റെ വർക്കിൽ, പൊസിഷൻ അല്ല, അത് കമലമാക്കേണ്ടതായിരുന്നു. ദ ഡിസ്റ്റന്റ് റം എന്ന് പറയുന്ന മനോഹർ മൽഗോക്കിന്റെ വർക്കിൽ ഏത് വാറിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്? ബർമ വാറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വർക്കിൽ പറഞ്ഞത് ബംഗ്ലാദേശ് വാറിനെ പറ്റിയിട്ട് കേട്ടോ. ജസ്റ്റ് ആ ഒരു പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ. അദ്ദേഹത്തിന്റെ മറ്റു നോൺ ഫിക്ഷൻ വർക്ക്സ് ഏതൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. കനഹോജി ആംഗ്രി 1959, പോസ് ഓഫ് ദേവാസ് സീനിയർ 1962, ഛത്രപതീസ് ഓഫ് കോലാപൂർ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഈ രണ്ട് വർക്ക്സ് കുറച്ചും കൂടെ ഒന്ന് ഓർത്ത് വെക്കും കേട്ടോ. മറ്റൊന്ന് ഓർത്ത് വെക്കേണ്ടതല്ല, കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ദ മാൻ ഹൂ കിൽഡ് ഗാന്ധി. ഈ ഒരു ടൈറ്റിൽ തന്നെ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു മോൾ കോണ്ടന്റ് എന്താ? ദ അസാസിനേഷൻ ഓഫ് ഗാന്ധിയാണ് ഈ ഒരു നോൺ ഫിക്ഷൻ വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഗാലറ്റ് കീപ്പേഴ്സ് ഈ ഒരു എമർജൻസി പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള നോൺ ഫിക്ഷൻ വർക്കാണ്. ഓക്കെ. സോ നമ്മൾ 2 റൈറ്റേഴ്സിനെ കവർ ചെയ്തു. നമുക്ക് ലാസ്റ്റ് വൺ, അതാരാണ്? ഖുശ്വാന്ത് സിംഗ്. ഓക്കെ. ഈ ഖുശ്വാന്ത് സിംഗ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് വർക്ക് ആയിരിക്കും ഓർമ്മയിൽ ഉണ്ടാവുക? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓർമ്മയിൽ വരുന്ന ഒരു വർക്ക് ട്രെയിൻ ടു പാകിസ്ഥാൻ ആയിരിക്കും. അത്രയും ഫേമസ് ആയിട്ടുള്ള, അത്രയും ആളുകൾ വായിച്ചിട്ടുള്ള, അത്രയും ഡിസ്കസ് ചെയ്തിട്ടുള്ള വർക്കാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. സോ അത് ഖുശ്വാന്ത് സിംഗ് ആണ് എഴുതിയിട്ടുള്ളതെന്നും മേ ബി നിങ്ങളിൽ കുറെ ആളുകൾ ആ ഒരു വർക്ക് തന്നെ വായിച്ചിട്ടുണ്ടാവും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കാണ്, പറ്റുന്നവരൊക്കെ ഇത് വായിക്കാം. 1950 to 2040, ഖുശ്വാന്ത് സിംഗ്. ഹി വാസ് ബോൺ ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള കാര്യം കേട്ടോ പറയുന്നത്. ഓക്കെ. ഹി വാസ് എ പ്രാക്ടീസിങ് ലോയർ. സോ ഞാൻ പറഞ്ഞു ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ പൊതുവെ ഇറെലവെന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതുപോലെ അദ്ദേഹം കുറച്ചും കൂടി റൈറ്റർ എന്നതിനേക്കാൾ കുറച്ചും കൂടി റൈറ്ററും പ്ലസ് പൊളിറ്റിക്കലി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറും കൂടിയാണ്. ബിക്കോസ് രാജ്യസഭയിലെ ഒരു മെമ്പറും കൂടിയായിരുന്നു ഖുശ്വാന്ത് സിംഗ്. പ്ലസ് അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ലോയർ ആയിരുന്നു. അപ്പൊ ഖുശ്വാന്ത് സിംഗിന്റെ കുറച്ച് ഡീറ്റെയിൽസ് തരുവാണ്. അദ്ദേഹം ഇന്ന് വർക്ക് അദ്ദേഹത്തിനാണ്. അദ്ദേഹം രാജ്യസഭയിലെ അംഗമായിരുന്നു. യെസ് ഈസ് എ മെമ്പർ ഓഫ് രാജ്യസഭ. പ്ലസ് അദ്ദേഹം പ്രാക്ടീസിങ് ആസ് എ ലോയർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കില്ല. ലോയർ ആണോ? കൺഫ്യൂസ്ഡ് ഉണ്ടാവും. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേഗം ചോദിക്കേണ്ടാവില്ല, കാരണം ലിറ്ററേച്ചറുമായിട്ട് ബന്ധമില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, ചോദിക്കാം. സോ ഈസ് എ പ്രാക്ടീസിങ് ലോയർ. ബിക്കം എ ജേർണലിസ്റ്റ് ഫോർ ഓൾ ഇന്ത്യ റേഡിയോ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ഇന്ത്യ റേഡിയോയിലെ ജേർണലിസ്റ്റും കൂടെ ആയിരുന്നു. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞു ഈസ് എ മെമ്പർ ഓഫ് രാജ്യസഭ
ഓക്കെ, ഈ ഒരു ഇയർ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു രാജ്യസഭയിൽ മെമ്പർ ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കാം. He declared that his roots are in the dunghill of a tiny Indian village and his fiction reek with the order of his roots. Okay. അദ്ദേഹത്തിന്റെ റൂട്ട്സ് ഒക്കെ ഈ ഇന്ത്യയിലെ ആ ഒരു ചെളി പിടിച്ച, അതായത് അത്രയും ഇന്ത്യയിലെ ആ ഒരു വില്ലേജിൽ കിടന്നിട്ട് ആണ് അദ്ദേഹത്തിന്റെ റൂട്ട് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻനെസ് ആണ് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ വർക്കിലും. ഇത്തരത്തിലുള്ള ഇന്ത്യൻനെസ് കാണാം. അദ്ദേഹത്തിന് ഡൽഹി എന്നൊക്കെ ഉള്ള വർക്കിലും അദ്ദേഹം ഡൽഹി എന്ന് പറഞ്ഞ സിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്ലേസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അറ്റാച്ച്മെന്റ് ഒക്കെ നമുക്ക് കാണാം. സോ ഇന്ത്യൻനെസ് എന്ന് പറയുന്ന ഒരു തീം അദ്ദേഹത്തിന്റെ വർക്കിൽ കാണാം. ഹി ഗോട്ട് പത്മഭൂഷൺ. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഹി റിട്ടേൺ ആഫ്റ്റർ 10 years. പത്മഭൂഷൺ ലഭിച്ചെങ്കിലും അദ്ദേഹം 10 വർഷത്തിന് ശേഷം ആ ഒരു പത്മഭൂഷൺ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. വൈ എന്ന് ചോദിച്ചാൽ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട് അതിന്. അതായത് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഒരു അതിന്റെ ഭാഗമായിട്ട് ഈ സോൾജേഴ്സ് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിൽ കയറിയതിന് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് സിഖ് കമ്മ്യൂണിറ്റിന്റെ ഒരു, അതായത് ആ അമൃത്സറിലെ ആ ഒരു ഗോൾഡൻ ടെമ്പിളിൽ കയറിയത് സിഖ് കമ്മ്യൂണിറ്റിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പൊ അതിനെതിരെ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ ഒരു പത്മഭൂഷൺ തിരിച്ചു കൊടുത്തത്. അപ്പൊ ജസ്റ്റ് ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. ഓക്കെ. പത്മവിഭൂഷൺ 2007 and take a markedly irrelevant view of Indian life and character. Indianness അദ്ദേഹത്തിന്റെ വർക്കിൽ നമുക്ക് കാണാം. One of his characters says it was not possible to keep Indians off the subject of sex for long. It obsesses their minds. അതായത് നമ്മളെ ഭയങ്കര ടാബു സബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, ലൈക്ക് സെക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ട് ഇത്തരം സബ്ജക്റ്റ് ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഇറോട്ടിക് നോവൽസും ഉണ്ട്, നമ്മൾ ഇതിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ടാബു സബ്ജക്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന, അതായത് ഒരു ഓപ്പൺ ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ വർക്ക്സിൽ എഴുതുന്ന ആളാണ് നമ്മളെ കുഷാന്ത് സിംഗ്. ഓക്കെ. ആൻഡ് ഇമ്പോർട്ടൻറ്റ് തീംസ് വർ social and political realities of contemporary Indian life. Okay. Partition, of course, he witnessed the partition, like the brutal side, the violent side of partition. So അദ്ദേഹത്തിന് വർക്കിലും, ഈവൻ ദോ ആ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന വർക്ക് നമുക്കൊക്കെ അറിയാം, അപ്പൊ അതിൽ ഈ പാർട്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ വയലൻസ്, ആ ബ്രൂട്ടൽ സൈഡാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ റേപ്പ് ആൻഡ് സെക്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇങ്ങനത്തെ ടാബു സബ്ജക്റ്റ് അദ്ദേഹം ഡിസ്കസ് ചെയ്യാറുണ്ട്. റിയലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പൊളിറ്റിക്കൽ സറ്റയർ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ട്രൂത്ത്, ലവ് ആൻഡ് എ ലിറ്റിൽ മലൈസ് 2002 is the autobiography of കുഷ്വാന്ത് സിംഗ്. കുഷ്വാന്ത് സിംഗിന്റെ ഓട്ടോബയോഗ്രഫി ആണ് എന്ത്? ട്രൂത്ത്, ലവ് ആൻഡ് എ ലിറ്റിൽ മലൈസ്. അപ്പൊ ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആകുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ട്രൂത്ത്, ലവ് ആൻഡ് എ ലിറ്റിൽ മലൈസ് ഓട്ടോബയോഗ്രഫി ആണ്. ഒരു എക്സ്ട്രാ പോയിന്റ് കുഷ്വന്ത് സിംഗിന്റെ പ്രൊഫൈലിൽ നമുക്ക് നോക്കാനുള്ളത്, ഈസ് എഡിറ്റർ ഓഫ് ഡിഫറെന്റ് ന്യൂസ് പേപ്പേഴ്സ്. അദ്ദേഹം പല ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഹി ഈസ് ദ ഫൗണ്ടർ എഡിറ്റർ ഓഫ് യോജന. യോജന എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടർ എഡിറ്റർ ആയിരുന്നു. ഇങ്ങനെ ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർ ആയിരുന്നു. ഇങ്ങനത്തെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈസ് എഡിറ്റർ ഓഫ് ദ ഇല്ലുസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ 1979 to 1980. Is a chief editor of New Delhi 90 okay, same period and 1979 to 1980. He is the editor of the Hindustan Times 1980 to 1983. Also ഈ ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഒരു സാറ്റർഡേ കോളം ഉണ്ടാവാറുണ്ട് വിത്ത് മലൈസ് ടുവേർഡ്സ് വൺ ആൻഡ് ഓൾ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സാറ്റർഡേ കോളം ആയിരുന്നു അത്. അതും അദ്ദേഹമായിരുന്നു. ആൻഡ് ജസ്റ്റ് ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. സാറ്റർഡേ കോളം വിത്ത് മലൈസ് ടുവേർഡ്സ് വൺ ആൻഡ് ഓൾ ഇൻ ദ ഹിന്ദുസ്ഥാൻ ടൈം ഈസ് ബൈ ഫാർ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ കോളം ഓഫ് ദാറ്റ് ഡേ. അദ്ദേഹത്തിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് നമുക്ക് നോക്കാം. ഓൾറെഡി ട്രെയിൻ ടു പാകിസ്ഥാൻ എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹത്തിന്റെ വർക്ക് ആണെന്ന്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കും ആണ്. സോ ട്രെയിൻ ടു പാകിസ്ഥാൻ 1956 ആണ്. I shall not hear the nightingale 1959. A history of സിക്സ് കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമായിട്ട് പല പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എ ഹിസ്റ്ററി ഓഫ് സിക്സ് 1963.
ഡൽഹി ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് കേട്ടോ. ഡൽഹി എ നോവൽ 1990, ദ കമ്പനി ഓഫ് വുമൺ 1999, സൺസെറ്റ് ഓഫ് ക്ലബ് 2010, agnostic cushion, there is no god 2011, the good, the bad and the ridiculous, Maharaja in Denims 2040. അപ്പൊ ഇയർ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇമ്പോർട്ടൻറ്റ് വർക്ക്സിന്റെ ഇയർ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കോഡ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഓർഡർ. ട്രെയിൻ ടു പാകിസ്ഥാൻ ആണ് ഫസ്റ്റ് തുടങ്ങുന്നതെന്നുള്ള ഓർത്ത് വെച്ചല്ലോ. ബാക്കി ആ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ജസ്റ്റ് ആ ഓർഡറിൽ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ വർക്ക് ഡിസ്കസ് ചെയ്യാം. ട്രെയിൻ ടു പാകിസ്ഥാൻ 1956. It is a historical novel. Okay. Adopted into a movie with same name. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സെയിം ടൈറ്റിൽ ഒരു മൂവിയും കൂടെ ഉണ്ട്. 1998 ഉള്ള മൂവിയാണ്. സോ നമുക്ക് ഓൾറെഡി ഈ ഒരു വർക്ക് ചിലപ്പോൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവാം. ഈവൻ വായിക്കാത്ത ആളുകൾക്ക് ജസ്റ്റ് ഈ ഒരു വർക്കിനെ പറ്റി കേട്ടിട്ടെങ്കിലും ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു വർക്കിന് തീമായിട്ട് വരുന്നത് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആണ് ഇൻ 1947. ആൻഡ് ആഫ്റ്റർ അതിന്റെ റിസൾട്ട് ആൻഡ് വയലൻസും ബ്രൂട്ടൽ സൈഡൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ സെറ്റിംഗ് ചെയ്തിട്ടുള്ളത് മനോ മാഞ്ച്ര ഫിക്ഷണൽ വില്ലേജ്. അപ്പോൾ നമ്മൾ ആകെ നാരായണന്റെ മാൽഗുഡി പോലെ നമ്മൾ ഖുശ്വാൻ സിംഗും ഒരു ഫിക്ഷണൽ വില്ലേജ് ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ഈ ഒരു ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സ്റ്റോറി നടക്കുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഈ ഒരു ഫിക്ഷണൽ വില്ലേജ് ഏതാന്ന് ചോദിച്ചാൽ മനോ മാജ്രയാണ്. മാൽഗുഡി ആരേതാണ്? ആകെ നാരായൺ. ഓക്കെ. ദ കയോസ് ആൻഡ് വയലൻസ് ഇൻ ഫോമിംഗ് ഹിന്ദു ഇന്ത്യ ആൻഡ് മുസ്ലിം പാകിസ്ഥാൻ. ഇൻഡിപെൻഡൻസ് ശേഷം ഉണ്ടായിട്ടുള്ള തർക്കവും അതിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടീഷൻ ഓഫ് ഇന്ത്യയും ആൻഡ് ഹിന്ദു ഇന്ത്യ മുസ്ലിം പാകിസ്ഥാൻ എന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള ഡിബേറ്റുകളും അതിന്റെ റിസൾട്ട് ആൻഡ് വയലൻസും ബ്രൂട്ടൽ സൈഡും ഒക്കെ ഈ ഒരു മനോ മാച്ച്ര എന്ന ഫിക്ഷണൽ വില്ലേജിലെ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ നോവലാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇതിലെ തീം ഒരു ടൈറ്റിൽ തന്നെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഓൾസോ ജസ്റ്റ് ഇതിന്റെ ഒരു കഥ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സോ അതായത് ഈ ഒരു പാർട്ടീഷന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വയലൻസ് ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് മുസ്ലിംസ്, അതായത് പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളുടെ ഡെഡ് ബോഡീസും അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് മുസ്ലിംസിന്റെ ഡെഡ് ബോഡീസും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നത് മനോ മാജ്ര എന്ന് പറയുന്ന ഈ ഒരു ഫിക്ഷണൽ ടൗണിലൂടെയാണ്. ഇതിലൂടെ പാസ് ചെയ്ത് ഈ ഡെഡ് ബോഡീസുമായി പാസ് ചെയ്ത് പോകുന്ന ഈ ട്രെയിന് ഗോസ്റ്റ് ട്രെയിൻ, അതായത് ഒരുപാട് ഡെഡ് ബോഡീസുമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ട്രെയിന് ഗോസ്റ്റ് ട്രെയിൻസ് എന്നാണ് ഈ ഒരു നോവലിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് നോവൽ ബിഗിൻ വിത്ത് ദ മർഡർ ഓഫ് ലാല റാംലാൽ. ഈ ഒരു സ്റ്റോറി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ ബിഗിൻ ചെയ്തത് ലാല റാംലാൽ എന്ന് പറയുന്ന ഇതിലൊരു മണി ലെൻഡർ ഉണ്ട്. അയാളുടെ മർഡറുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സ്റ്റോറി നോവൽ ബിഗിൻ ചെയ്യുന്നത്. ദ മനോ മാജ്ര മണി ലെൻഡർ, അവിടുത്തെ ഈ മനോ മാജ്രയിലെ മണി ലെൻഡർ ആയിരുന്നു ലാല റാംലാൽ. ഇദ്ദേഹം മർഡർ ചെയ്യപ്പെടുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റോറി ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. ആൻഡ് വൺ ഓഫ് ദ ഫ്യൂ ഹിന്ദുസ് ഇൻ ദ കമ്മ്യൂണിറ്റി. ഓക്കെ, അതിൽ ക്യാരക്ടേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ലാല റാംലാൽ ഓൾറെഡി പറഞ്ഞു, ഹീസ് എ മണി ലെൻഡർ മർഡേർഡ് ബൈ മല്ലി ആൻഡ് എ ഗാങ് ഓഫ് ഡെക്കോയിഡ്സ്. അപ്പോൾ ഈ ലാല റാംലാലിനെ കൊല്ലുന്നത് മല്ലിയും അവളുടെ ഒരു ഗാങ്ങും കൂടെ ചേർന്നിട്ടാണ്. ഹീസ് എ മണി ലെൻഡർ ആയിരുന്നു. ഓക്കെ, ആൻഡ് ജഗത് സിംഗ്, ഹീസ് ദ പ്രൊട്ടഗോണിസ്റ്റ്. ഓക്കെ, ജഗത് സിംഗ് ആണ് ഈ ഒരു നോവലിലെ പ്രൊട്ടഗോണിസ്റ്റ്. ആൻഡ് നിക് നെയിംഡ് ജഗ എന്നാണ് ആ ഒരു ജഗത് സിംഗിന്റെ നിക് നെയിമിൽ അറിയപ്പെടുന്നത്. He is the main protagonist and the resident bad boy of Mano Majra. മനോ മാജ്രയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബാഡ് ബോയ് ഇമേജ് ആണ് ആർക്കുള്ളത്? ജഗത് സിംഗിനുള്ളത്. ആൻഡ് ഈസ് കോൾഡ് ജഗ. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് ന്യൂറൻ. ന്യൂറൻ എന്ന് പറയുന്നത് ജഗത് സിംഗിന്റെ ലവർ ആണ്. ആൻഡ് ഈസ് ഓൾസോ ദ ഡോക്ടർ ഓഫ് ഇമാം ബക്ഷ് ആൻഡ് ഈസ് എ ലവർ ഓഫ് ജഗ. ജഗയുടെ ലവർ ആണ് ന്യൂറൻ. ന്യൂറൻ എന്ന് പറയുന്ന അവിടുത്തെ ഇമാമിന്റെ മകളാണ്. പിന്നീട് അവള് പ്രഗ്നന്റ് ഒക്കെ ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇമാം ബാക്ഷ് ആരാന്ന് ചോദിച്ചാൽ അവിടുത്തെ മുല്ലയാണ്. മനോ മാജ്രയിലെ മോസ്കിലെ ഇമാം ആൻഡ് മുല്ലയാണ് ഇമാം ബാക്ഷ്. അദ്ദേഹത്തിന്റെ മകളാണ് നൂറ. നൂറ എന്ന് പറയുന്നത് ജഗത് സിംഗിന്റെ ലവർ ആണ്. നെക്സ്റ്റ് കാര്യം ഹുക്കും ചാന്ദ്. ഹുക്കും ചാന്ദ് ഈസ് ദ മജിസ്ട്രേറ്റ് ആൻഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് മനോ മാജ്ര. ആൻഡ് നെക്സ്റ്റ് ഈസ് ഹസീന, എ യങ് മുസ്ലിം പ്രോസ്റ്റിറ്റ്യൂട്ട് whom ഹുക്കും ചാന്ദ് സോളിസൈറ്റ്. ഓക്കെ, അപ്പൊ ഇതില്
ലാല റാംലാലിന്റെ മർഡറായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജഗത് സിംഗിനെയും വേറൊരാളെയും കൂടെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ദോ എല്ലാവർക്കും അറിയാമായിരുന്നു അത് അവരല്ല ചെയ്തതെന്ന്, എന്നാൽ പോലും അവർ അറസ്റ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ലൈക്ക് ഈ മനോമാജോ എന്ന വില്ലേജിൽ ആളുകൾക്ക് ഒട്ടും ധാരണയില്ലായിരുന്നു പുറത്ത് ഈ പാർട്ടീഷന്റെ ഭാഗമായിട്ട് ഇത്രയും വയലൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടെന്ന് അവർക്ക് അറിയില്ല. ബിക്കോസ് മാജോ എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകൾ വളരെ പീസ്ഫുൾ ആയിട്ട് ലൈക്ക് എല്ലാ റിലീജിയനിലും പെട്ട ആളുകൾ സമാധാനത്തോടെ കഴിയുന്ന ഒരു വില്ലേജ് ആയിരുന്നു ഈ മനോമാജോ. അപ്പൊ പുറത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യം ഇവർ അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് പിന്നീടാണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. ഇതിലൂടെ പാസ് ചെയ്യുന്ന ട്രെയിനിൽ ഇതുപോലെ ഈ ഒരു ഡെഡ് ബോഡീസ് ഒക്കെ അവർ പിന്നീടാണ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പിന്നീട് അവിടെയും പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ കുറെ മുസ്ലിം ആയിട്ടുള്ള ആളുകളെ പാകിസ്ഥാനിലേക്കും തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിവിടുന്ന പരിപാടികളൊക്കെ തുടരുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മുസ്ലിം ആളുകളെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ അതിൽ ഈ അസീനയും നൂറനും ഒക്കെ ഇതിൽ പെടുന്നുണ്ട്. അപ്പോ ഇവരെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ഹിന്ദുക്കൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ട്രെയിൻ ഒരു കയറ് വെച്ചിട്ട് ആക്കിയിട്ട് ഈ മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഇത് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ഉക്കും ചാന്ദ് എന്ന ക്യാരക്ടറും ഈ അസീനയും തമ്മിൽ എന്തുണ്ട്, ഒരു കൈൻഡ് ഓഫ് ഫീലിങ്സ് ഉണ്ട്. ഇവൻ ദോ ഷീസ് എ മുസ്ലിം പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്, പക്ഷെ ഇവർ തമ്മിൽ ഒരു റിലേഷൻ ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ഫീലിങ്സ് ഉണ്ട്. അപ്പൊ ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഉക്കും ചാന്ദ് എന്ന് പറയുന്നത് ആരെ സപ്പോർട്ട് ചെയ്യാം, ജഗത് സിംഗിനെ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആ ഒരു ട്രെയിനിൽ നിന്ന് ഇവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ജഗത് സിംഗും ഇവരെല്ലാം കൂടെ ജഗത് സിംഗ് ആണ് അവരെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലൈക്ക് നൂറൻ എന്ന് പറയുന്ന ജഗത് സിംഗിന്റെ ലവറും ഈ ഒരു ട്രെയിനിലുണ്ടല്ലോ. സോ ജഗത് സിംഗ് അവിടെ എത്തുകയും കഷ്ടപ്പെട്ട് ആ ഒരു കെട്ട് അയക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ വെടിയേറ്റിട്ട് ആര് മരിച്ചു, ഈ ഒരു ജഗത് സിംഗ് മരിക്കും. ഇതാണ് ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഒരു ക്യാരക്ടറും കൂടി ഇതിൽ വരുന്നുണ്ട്, ദ സബ് ഇൻസ്പെക്ടർ, എ corrupt official who imprisons Jaga and Iqbal although he knows they didn't murder Lala Ramlal. ഓക്കെ, ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ഏത്, ഡൽഹി എ നോവൽ 1990. ഇറ്റ് ഈസ് ഓൾസോ ഹിസ്റ്റോറിക്കൽ ആൻഡ് മേ ബി എ സെമി ഓട്ടോബയോഗ്രഫിക്കൽ എന്നാണ് ഞാൻ പറഞ്ഞത്. മേ ബി, ഉറപ്പില്ല. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ആൻഡ് സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ, a masterpiece of the description of the rich history of Delhi. വെരി ടൈറ്റിൽ ഡൽഹി എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു വർക്കിലും ഡൽഹിയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഒരു തീമും ഈ ഒരു ടൈറ്റിലും നമ്മൾ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നല്ലേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾസോ ടോക്ക് അബൌട്ട് എ കൈൻഡ് ഓഫ് റൊമാൻറ്റിക് സ്റ്റോറി അബൌട്ട് ദ ഏജിങ് സിഖ് നറേറ്റർ. ഒരു പ്രായമായിട്ടുള്ള സിഖ് നറേറ്ററും അദ്ദേഹത്തിന്റെ ഒരു ലവർ ഉണ്ട്, ഷീസ് ബാഗ്മതി. ഹിസ് പോക്മാഡ് ഹിജഡ ലവർ വിത്ത് ബട്ടർഫ്ലൈ പിൻസ് ഇൻ ഓയിലി ഹെയർ. അപ്പൊ ഈ ബാഗ്മതി എന്ന് പറയുന്നത് ഹിജഡ ആണ്. അത് ഈ ഒരു സിഖ് നറേറ്ററിന്റെ ലവർ ആണ് ഈ ബാഗ്മതി. ആൻഡ് വിത്ത് ബട്ടർഫ്ലൈ പിൻ ഇൻ ഓയിലി ഹെയർ എന്ന് പറയുന്നത് ആ ഒരു വർക്കില് ഈ ബാഗ്മതിക്ക് കൊടുക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. The tremendous narrator bring to life personages who have altered its landscape. അതായത് ഈ ഒരു ഡൽഹിയുടെ റിച്ച് ഹിസ്റ്ററി പറയുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സും അവരും ഈ ഒരു ലാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പും ആ ഒരു ക്യാരക്ടേഴ്സിനെയും കൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ വർക്കിൽ. അപ്പൊ ആരൊക്കെയാണ് ആ രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇസ് നാദിർ ഷാ, ഔറംഗസേബ് അലാം കീർ, മിർ ദാക്കി മിർ, ബഹദൂർ ഷാ സഫർ, മഹാത്മാഗാന്ധി ആൻഡ് ഇന്ദിരാഗാന്ധി. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സിനെയും കൂടി ഈ ഒരു പെർട്ടിക്കുലർ വർക്കിൽ അതിന്റെ പാരലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് എന്നും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. എ ലവ് സ്റ്റോറി അബൌട്ട് ദ ഓദർ ആൻഡ് ദ സിറ്റി. ആ ഒരു ഡൽഹി എന്ന് പറഞ്ഞ സിറ്റി, അതിന്റെ റിച്ച് ഹിസ്റ്ററി പ്ലസ് ആ ഒരു ലവ് സ്റ്റോറി നമ്മൾ പറഞ്ഞു, ആ ഏജ് ആയിട്ടുള്ള സിഖ് നറേറ്ററും പ്ലസ് ആ ബാഗ്മതിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്ലസ് ആ ഒരു ഓദറും ആ ഒരു സിറ്റിയും തമ്മിലുള്ള സ്നേഹം, ഈ രണ്ടുപേരോടുമുള്ള അദ്ദേഹത്തിന്റെ ലവ്, ആ ഒരു ഡൽഹി എന്ന സിറ്റിയോടും ബാഗ്മതിയോടുമുള്ള ആ ഒരു ലവ്, പ്രണയമാണ് ഈ ഒരു വർക്കിൽ പറയുന്നത്. ആൻഡ് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈക്ക് ഖുശ്വാന്ത് സിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത്, ഈസ് ഓൺ ഒബിച്വറി. എന്താ ഈ ഒബിച്വറിന്റെ മീനിങ്?
ചരമ വാർത്ത എന്നാണ് കേട്ടോ. നമ്മൾ കാണാറില്ലേ പത്രത്തിലൊക്കെ മരിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് അത് അവരുടെ ബിലവേർഡ് ചെയ്യുന്നതാണ് ഈ ചരമ വാർത്ത എന്ന് പറയുന്നത്. ആൻഡ് ഇസ് ഓൺ ഒബിച്വറി എന്നാ പറയുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ കുശാന്ത് സിംഗ് അദ്ദേഹത്തിന് തന്നെ ചരമ വാർത്ത എഴുതിയിട്ടുണ്ട്. നമ്മളെ ചാർലി സിനിമയിൽ നമ്മളെ ദുൽഖർ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, നമ്മള് ഒബിച്വറി കൊടുക്കുന്നുണ്ടായിരുന്നില്ലേ പത്രത്തില്. അതേപോലെ നമ്മളെ കുശാന്ത് സിംഗും അദ്ദേഹത്തിന്റെ ഒബിച്വറി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്റെ ഒബിച്വറി എഴുതി എനിക്ക് വേറെ ആരുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കുശാന്ത് സിംഗ് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. His self-written obituary surveyed in his collection of short stories posthumous under the headline സർദാർ കുശാന്ത് സിംഗ് ഡെഡ്. വളരെ സിമ്പിൾ ആണ്, സർദാർ കുശാന്ത് സിംഗ് ഡെഡ് എന്ന ടൈറ്റിൽ 1943 അദ്ദേഹത്തിന് തന്നെ ഒബിച്വറി ചരമ വാർത്ത അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ് അത്. ആൻഡ് നെക്സ്റ്റ് ഈസ് രസീതി ടിക്കറ്റ്. സോ ഈ രസീതി ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു വർക്കിന്റെ ടൈറ്റിൽ ആണ്, പക്ഷെ അത് കുശാന്ത് സിംഗിന്റെ വർക്ക് അല്ല. പിന്നെ എന്താണ് ഈ കുശാന്ത് സിംഗുമായിട്ട് ഈ ഒരു രസീതി ടിക്കറ്റിന് എന്ത് ബന്ധമാണുള്ളതെന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഈ രസീതി ടിക്കറ്റ് എന്ന് പറയുന്നത് അമൃത പ്രീതം, ഒരു പഞ്ചാബി റൈറ്ററാണ് ഈ അമൃത പ്രീതം. അമൃത പ്രീതത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ഏത് ഈ രസീതി ടിക്കറ്റ്. അപ്പൊ ഈ അമൃത പ്രീതവും ഈ രസീതി ടിക്കറ്റും കുശാന്ത് സിംഗുമായിട്ട് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ലൈക്ക് ഒരു കുശാന്ത് സിംഗും അമൃത പ്രീതവും തമ്മിൽ ഒരിക്കൽ ഒരു കോൺവെർസേഷനിൽ കുശാന്ത് സിംഗ് ഒരിക്കലും പറയുകയുണ്ടായി, ലൈക്ക് അമൃത പ്രീതത്തിന്റെ ലൈഫ് വളരെ ഒരു ചെറിയ റവന്യൂ സ്റ്റാമ്പിൽ എഴുതാൻ മാത്രമേ ഉള്ളൂ, അത്രയും ഇറലവൻ്റ് ആണെന്നുള്ള രീതിയിൽ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമൃത പ്രീതം ആ ടൈമിൽ അതൊരു തമാശയെ എടുക്കുകയും പിന്നീട് അവർ തൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി എഴുതുന്ന കാര്യത്തിനെ പറ്റി ആലോചിക്കുകയും അത് എഴുതുകയും ചെയ്യുന്ന സമയത്ത് ഒരു മധുര പ്രതികാരം എന്ന രീതിയിൽ ആ ഒരു ഓട്ടോബയോഗ്രഫിക്ക് ടൈറ്റിലായി കൊടുത്തിട്ടുള്ളത് ഈ രസീതി ടിക്കറ്റ് ഓർ ദ റവന്യൂ സ്റ്റാമ്പ് എന്നാണ്. അപ്പോൾ കുശാന്ത് സിംഗ് once told Amrita Pritham that the story of her life was so inconsequential and tiny that it could be written at the back of a revenue stamp. Keeping this joke in mind, Amrita Pritham penned her autobiography and entitled it Rasidi Ticket or the Revenue Stamp. അപ്പോൾ ഈ ഒരു കുശാന്ത് സിംഗുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു പോയിന്റ് ആണ്, അത് ഒന്ന് ഓർത്ത് വെക്കുക. കുശാന്ത് സിംഗ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമന്റും അതിന്റെ ഭാഗമായിട്ട് അമൃത പ്രീതം എങ്ങനെയാണ് അതിനെ ഒരു മധുര പ്രതികാരമായിട്ട് വീട്ടിയതെന്നുമുള്ള കാര്യമാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മള് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാമാണ്, അവസാനിക്കുകയാണ്. 3 റൈറ്റേഴ്സിനെയാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, കമല മാർക്കണ്ഡേയ, മനോഹർ മൽഗോക്കർ ആൻഡ് കുശാന്ത് സിംഗ്. ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ 4 റൈറ്റർ, മൊത്തം ഇപ്പം നമ്മൾ 7 ആൾക്കാരെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. സോ ഈ ഒരു 7 ആൾക്കാരെ തന്നെ ഒരുപാട് വർക്ക്സും ക്യാരക്ടേഴ്സും സമ്മറും ഒക്കെ നമ്മൾ പറഞ്ഞു. എല്ലാവരും ഓർത്ത് വെക്കൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പ്ലസ് നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചർ മാത്രമല്ല, നെറ്റിലും ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കോഡ് വെച്ച് നോക്കുക. പ്ലസ് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീഫ്രഷ് ചെയ്യുക പഠിച്ച കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് നമുക്ക് നമ്മളുടെ മനുഷ്യന്റെ ഓർമ്മശക്തി അത്രത്തോളമൊക്കെ ഉള്ളൂ, വളരെ വലിയ ഓർമ്മശക്തിയൊന്നുമില്ല. അപ്പൊ പറ്റുന്ന പോലെ അതൊന്ന് കോഡ് രൂപത്തിലും, അതായത് സ്റ്റോറീസ് ആയിട്ട് വെക്കുന്ന സമയത്താണ് ബ്രെയിൻ കുറച്ചും കൂടി കാര്യങ്ങൾ അവിടെ ഫാക്ട്സുകൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ലക്കിയാണ്. കാരണം വേറെ സബ്ജക്റ്റ് പോലെയുള്ള നമുക്ക് പഠിക്കാനുള്ളത് കൂടുതലായിട്ട് ഈ സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ കുറച്ചധികം പഠിക്കാനുണ്ട് എന്നുള്ളൂ. സോ പറ്റുന്ന പോലെ നിങ്ങൾ ആ ഒന്ന് റീഫ്രഷ് ചെയ്ത് പോവുക. പ്ലസ് ഇങ്ങനത്തെ കോഡുകൾ ഉണ്ടാക്കി ഓർമ്മ എപ്പോഴും ഒന്ന് പുതുക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്താണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചും കൂടി അധികം റൈറ്റേഴ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ താങ്ക് യു ഫോർ ലിസണിങ് മീ.